ശബരിമലയിൽ പുറപ്പെടാൻ മേൽശാന്തിയായി ഒരു വർഷം പൂർത്തിയാക്കുകയാണ് PN മഹേഷ് നമ്പൂതിരി. അദ്ദേഹം ശബരിമല മേൽശാന്തിയായി ചാർജ് ഏറ്റെടുത്ത് ചുമതല ഏറ്റെടുത്ത് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി അദ്ദേഹം മലയിറങ്ങും. മഹേഷ് നമ്പൂതിരി നമ്മോടൊപ്പമുണ്ട്. ശ്രീ മഹേഷ് നമ്പൂതിരി, സ്വാമി ശരണം. നമസ്കാരം. സ്വാമി ശരണം. ഈ ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇന്ന് പറഞ്ഞതുപോലെ മാസോചിക്കൊക്കെ തുറക്കണ പോലെ തന്നെ 4 മണിയാണ് നിശ്ചയിച്ചിരിക്കണമെന്ന് തോന്നുന്നത്. തിരക്കിൻ്റെത് കൊണ്ട് അങ്ങനെ നട തുറന്നു കഴിഞ്ഞാൽ പ്രദക്ഷിണം വെച്ച് പോകുന്നു. ആഴി തെളിക്കാനായിട്ട് മാസോചിക്ക് പോകുന്ന പോലെ താഴത്ത് പോയി ആഴി തെളിച്ച് തിരിച്ചു പോരുന്ന. അപ്പോൾ ആ സമയത്ത് പുതിയ മേശാന്തിമാർ, ഇവിടുത്തെ സന്നിധാനത്തെയും മാളികപ്പുറത്തെയും മേശാന്തിമാർ അവിടെ തയ്യാറായിരിക്കും. അവരെ കൈപിടിച്ച് മുകളിലേക്ക് പടി കയറ്റി മുകളിൽ കൊണ്ടുവരിക. ആ കൂട്ടത്തിൽ മുകളിൽ വന്ന് സോപാനത്തിന്റെ അവർ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കലശപൂജ ഇതെല്ലാം കഴിഞ്ഞ് തന്ത്രി പറഞ്ഞ് ഈ പുതിയ ആൾക്ക് ഈ അവരോധമായിട്ട് കലശം ആടി അവരോധിക്കുന്നു, പുതിയ മേശാന്തിയായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ വിശ്രമമാണ്. കുറച്ച് സമയത്തേക്ക് വൈകുന്നേരത്തെ സന്ധ്യാവദനം ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിശ്രമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഹരിവരാസനം കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഇപ്പം അതുപോലെ വേറെ പൂജകൾ ഇന്നില്ല. മാസപൂജയ്ക്ക് തുറക്കണ പോലെ തന്നെയാണ്. തലേദിവസം നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാനെ മൂടിയിരിക്കുന്ന ഭസ്മം എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കണു. അങ്ങനെ അത് സമയമായി കഴിഞ്ഞാൽ ഏകദേശം ആളുകളുടെ തിരക്ക് ഇതെല്ലാം കഴിഞ്ഞ് സാമാന്യം 10:11 മണി ഒക്കെ തിരക്കനുസരിച്ച് അത് കഴിഞ്ഞ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നു. അത് കഴിഞ്ഞ് താക്കോൽ പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു. ഹരിവരാസനം കഴിഞ്ഞ് ഇപ്പോഴത്തെ മേൽശാന്തി നട ഇറങ്ങുകയും ചെയ്യുന്നു. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു സംഭവബഹുലമായ കാലമായിരുന്നു. എന്തൊക്കെയാണ് അക്കാലത്തെ അനുഭവങ്ങൾ? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസമായി ശബരിമലയിൽ കാര്യങ്ങളെല്ലാം എന്നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നതാണെങ്കിലും ക്ഷേത്രത്തിന്റെ സാഹചര്യം സങ്കേതം തന്നെ ഇപ്പോൾ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ടൗണിലെ ഒരു അന്തരീക്ഷമല്ല. അവിടെ ഈ പറഞ്ഞ പോലെ കാടും നിറയെ സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെ ഒരന്തരീക്ഷം. അതുകൂടാണ്ട് പ്രകൃതി രമണീയം. ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്കൊക്കെ പ്രത്യക്ഷത്തിൽ അനുഭവമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറം എന്ന് പറയാനില്ലാണ്ട് തന്നെയായി ടൗൺ അങ്ങനെ ഇത് വന്ന് വികസനം ഒക്കെ ആണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ ഈ പറഞ്ഞ വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ പോലും അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ വ്രതം ഇതൊക്കെ നോക്കി പമ്പയിൽ വന്ന് അത് കഴിഞ്ഞ് ഇവിടെ നടന്ന് മുകളിലേക്ക് മല കയറുമ്പോൾ തന്നെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട അവനവന് അനുഭവത്തിൽ വരുവാണ് ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെയും ഭഗവത് സാന്നിധ്യത്തിന്റെയും പ്രത്യേകതകൾ അവനവൻ തന്നെ അനുഭവിച്ചാണ് വാസ്തവത്തിൽ വരുന്നത്. അങ്ങനെ വന്ന് 18-ാം പടി വന്ന് കയറി വന്ന് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഭഗവാനെ കണ്ട് അത് കഴിഞ്ഞ് തത്വമസി എന്ന വാക്യമാണ് വാസ്തവത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഭഗവാൻ നമുക്ക് തരുന്ന, നമുക്കെന്ന് വെച്ചാൽ എല്ലാവർക്കും ആയിട്ട് തരുന്ന ഒരു ഉപദേശം തന്നെയാണത്. വാസ്തവത്തില് നിന്റെ ഉള്ളിലുള്ള ചൈതന്യവും ഞാനും ഒന്ന് തന്നെയാണ്. ഈ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വാസ്തവത്തിൽ ഈ മലയാത്രയും. ഭക്തനും ഒന്നാവുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം യോഗനിദ്ര എന്ന് പറയുമല്ലോ. അപ്പം ദർശനം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം യോഗനിദ്രയല്ല. അപ്പൊ ഈ യോഗനിദ്രയിലുള്ള കാലത്ത് മേൽശാന്തിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു കൗതുകമുള്ള കാര്യമാണ്. കാരണം ദർശനത്തിന് തീർത്ഥാടകർ എത്തുന്ന കാലമല്ല, ആ സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടാവില്ല, മേൽശാന്തിക്ക് പുറപ്പെടാനും കഴിയില്ല. അപ്പോ ശബരിമലയിൽ മറ്റു സമയത്ത്, അതായത് തീർത്ഥാടനമില്ലാത്ത ഭക്തരെത്താത്ത ദിവസങ്ങളിൽ ഉള്ള ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്? അത് പറഞ്ഞതുപോലെ ഈ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രധാന കാരണമാണ് ഇപ്പൊ യോഗനിദ്രയിൽ ഇരിക്കുന്ന ഭഗവാൻ ആയിട്ടാണ്. ഇപ്പൊ മാസപൂജയും അല്ലെങ്കിൽ ഇപ്പൊ മണ്ഡല സീസൺ ഇതൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭഗവാന് വിഭൂതി കൊണ്ട് മൂടി, അത് പ്രത്യേക വിഭൂതി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ഭസ്മം തന്നെ അത് കൊണ്ട് മൂടി, രുദ്രാക്ഷമാല, യോഗദണ്ഡ്, ഒരു ഉഷ്ണീഷ് എന്ന് പറയുന്നത് തലയെക്കെട്ട്, ഇതൊക്കെ ആയിട്ടാണ് ആ ഭഗവാനെ അങ്ങനെ ഒരുക്കി ഇരുത്തിയിട്ടാണ് ഹരിവരാസനം പാടി നമ്മൾ നട അടയ്ക്കുന്നത്. മാസപൂജ കഴിഞ്ഞാൽ അത് ഈ സീസണും അങ്ങനെ ഓരോ ഘട്ടത്തിലും നട അടയ്ക്കുന്ന സമയത്ത്. അപ്പൊ അത് മറ്റു ക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും വ്യത്യാസമായ. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഈ
സാധാരണ ക്ഷേത്രങ്ങൾ ഇപ്പൊ കലശങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നവീകരണം നടക്കുന്ന സമയത്ത് ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായജ എന്ന് പറഞ്ഞ ശ്ലോകങ്ങളും ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായിട്ട് ആ ഭഗവാൻ യോഗനിദ്രയില് തന്റെ യോഗവൈഭവം കൊണ്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടതെല്ലാം നൽകുന്നു. അങ്ങനെ ഒരു ത്യാഗത്തിന്റെ വാസ്തവത്തില് ഈ ഭക്തനും അതാണ് ഈ തത്വമസി എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഒന്ന് തന്നെ, ഒരു ചൈതന്യം തന്നെയാണ്. അപ്പൊ ആ ഭക്തന് വേണ്ടതെല്ലാം അത്രയ്ക്ക് ഭക്തവാത്സല്യമാണ് ആ ഭഗവാന്. അപ്പൊ അവരുടെ ക്ഷേമങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പൊ സാധാരണ അതിന്റെ ഒരു ചെറിയ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമിക്കുമല്ല, ഇപ്പൊ മിലിറ്ററിയുടെ ആളുകളൊക്കെ വളരെയധികം ചൂടും തണുപ്പും സർവ്വതും സഹിച്ച് ആഹാരം ഇല്ലാണ്ടും ഒക്കെ ഈ മഞ്ഞിലും ഒക്കെ കടന്ന് ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ നല്ല വാസ്തവത്തിൽ നമ്മൾ അതൊന്നും എപ്പോഴൊന്നും ഓർക്കണില്ല. ചില സമയങ്ങളിൽ അങ്ങനെ മിലിറ്ററിക്കാർ ഇങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ ആരെയും ഒരാളെ പറയുമല്ല, ഞാൻ കുറ്റം പറയുമല്ല. അപ്പൊ വാസ്തവത്തിൽ ഈ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വേണ്ട ഐശ്വര്യങ്ങളും മറ്റു കാര്യങ്ങളും അത് ഏത് രീതിയിലാണ് പോകേണ്ടത് ഇതെല്ലാം ഈ പറഞ്ഞു മനസ്സിലാക്കുമെന്നല്ല, തന്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ശക്തി വൈഭവം കൊണ്ട് ആ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി യോഗനിദ്രയിൽ ഇരിക്കുന്നു. അങ്ങനെ വേണം സങ്കല്പിക്കാൻ. അത് തന്നെയാണെന്ന് പറയുമല്ല അങ്ങനെ. അപ്പൊ അത് വളരെയധികം ഈ കലിയുഗത്തില് അങ്ങനെ അതാണ് കലിയുഗത്തിന്റെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് വാസ്തവത്തില്. അതും അത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ സീസണിലും ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടി വരുന്നത്. അപ്പൊ അതിന്റെ ആ വൈഭവം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ വാസ്തവത്തില്. നമുക്ക് തോന്നുന്ന ഒരു കൗതുകമുള്ളൊരു കാര്യം, ഭഗവാൻ യോഗനിദ്രയിലിരിക്കുന്നു, മേൽശാന്തി എന്ത് ചെയ്യും? ആ ദിവസത്തെ ദിനചര്യകൾ എങ്ങനെയാണ്? അപ്പൊ അത് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ, ഇതും മറ്റു ക്ഷേത്രങ്ങളിലെ ഒരു വ്യത്യാസമാണ്. അത് ആ ഭഗവാൻ നിശ്ചയിച്ചത് തന്നെയായിരിക്കാം വാസ്തവത്തില്. ഈ പറഞ്ഞതുപോലെ തന്റെ അടുത്തിരുന്ന് തന്നെ അനുഭവിക്കുക. ഒരാൾക്ക് അനുഭവം വന്നു കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് അത് സ്വയം അനുഭവിച്ച് ഉള്ള ആളാണെങ്കിലേ പറഞ്ഞു കൊടുത്ത് മറ്റൊരാൾക്കും. ഇപ്പൊ രാമകൃഷ്ണ പരമഹംസരുടെ അനവധി കഥകളുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ അദ്ദേഹം മധുരം കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ കുട്ടിയോട് ഈ മധുരം ധാരാളം കഴിക്കേണ്ടെന്ന് അവന് കഴിക്കണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ അമ്മ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോ ഈ പരമഹംസർ പറഞ്ഞത് ഒരു 10 ദിവസം കഴിഞ്ഞ് വരും ഏതായാലും എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസം അദ്ദേഹം ഈ മധുരം കഴിക്കാണ്ടിരുന്നിട്ട് ആ കുട്ടിയെ ഉപദേശിച്ചു. അത് ഫലവത്താവുകയും ചെയ്തു. എന്നാൽ ഇത് ആദ്യം പാടില്ലേന്ന് തോന്നുന്നു നമുക്ക്. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം വരാൻ പറഞ്ഞ് ഇത് പറയാനായിട്ട് അങ്ങനെയല്ല. അതിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ഭഗവാൻ ഈ പറഞ്ഞ പോലെ ഭക്തനും ഒന്നെന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ വാസ്തവത്തിൽ തന്റെ ജീവിത സമയക്കുറവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവനവന്റെ ജപം മറ്റു ധ്യാനം കുറച്ചു നേരം മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ മറ്റു ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒരു നമുക്കത് ഒരു ഉണർവും ഊർജവും മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ഉണർവും ഊർജവും. അപ്പൊ അതേ രീതിയിലൊക്കെ ചലിക്കണം എന്ന് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ മാസപൂജയ്ക്കൊക്കെ നട അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജപകാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ മറ്റ് ഈ പുസ്തകങ്ങൾ ശാസ്ത്രങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഭഗവത് സംബന്ധമായതോ അല്ലെങ്കിൽ സംസ്കൃതം അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇതൊക്കെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഭഗവത് സംബന്ധമായ കാര്യങ്ങളിൽ തന്നെ മുഴുകുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഗ്രഹമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയണ്ട ഈ സംസാര സാഗരെ മഗ്നം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ എന്താ പറയണ്ട 100 കൂട്ടം പ്രാരബ്ധമുള്ള നമ്മൾ അതൊന്നും ആ സമയത്തൊന്നല്ല. ഈ ഒരു വർഷക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നട തുറക്കുന്ന സമയത്ത് ആദ്യം മറ്റാളുകളും കൂടെയുള്ളവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം എന്താ വിശേഷം ഇതൊക്കെ ചോദിച്ച് എന്നല്ലാണ്ട് മറ്റവസ്ഥയില് ശരിക്കും ഭക്തനും ഭഗവാനും അതിപ്പോ ഈ മേശാന്തിക്ക് മാത്രമല്ല ഭഗവാൻ യോഗനിദ്രയിൽ പോയി കഴിഞ്ഞാൽ ഈ ഇത് ശരിക്കും പൂങ്കാവനം മാത്രമല്ല കാനനമായി മാറുന്ന ഒരു സാഹചര്യമാണ്. കുരങ്ങുകള്, ആന, ഇത്തരത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും വരുന്നൊരു സാഹചര്യം വരും. കാരണം മനുഷ്യന്റെ സഹവാസം കുറവാണല്ലോ, ആളുകൾ എത്തുന്നില്ല. അപ്പോ ഈ പുറത്തുനിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? അതെ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതും ഈ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം. ഈ പറഞ്ഞതുപോലെ ഈ നമ്മള് നടച്ചു കഴിഞ്ഞ് അങ്ങനെ ഏകാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഇവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ട ആളുകളും അങ്ങനെ ചുരുക്കം ആളുകൾ മാത്രം ജീവനക്കാർ അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. വളരെ ഒരു ശാന്തമായ അന്തരീക്ഷം. പറഞ്ഞില്ലേ, ഇത് ശരിക്ക് അനുഭവിച്ചാറാണ്. അങ്ങനെ ഇപ്പോൾ വെളുപ്പാങ്കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും കൂടെ സൂക്ഷ്മമാക്കി കഴിഞ്ഞാൽ അത്ര അങ്ങനത്തെ ഒരവസ്ഥ ചില സമയങ്ങളിലൊക്കെ. അപ്പൊ ചില പക്ഷികൾ അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ കുരങ്ങന്മാർ ഇവരൊക്കെ അപ്പൊ അവര് ഈ കാട്ടിലെ ആഹാരം അല്ലാണ്ട് ഭഗവാൻ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അരി ശർക്കര ഇതൊക്കെ അങ്ങനെ ആ മളിയെ പുറത്തേക്ക് പോണ അതിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവർ മനസ്സിലാക്കി വെച്ച് അല്ലെങ്കിൽ അത് ഭഗവാൻ അവർക്ക് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് വെച്ചാൽ അവരുടെ സ്ഥലമല്ല വാസ്തവത്തിൽ ധൈര്യമായിട്ട് കഴിക്കാം, ഒരു പ്രശ്നമില്ലാന്നിങ്ങനെ ഭഗവാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്ന പോലെ. അതിന് വേറെ ഒരു രസം എന്താ വെച്ചാൽ ഇത് യാതൊരു ഉപദ്രവവും ഇല്ലാതെ ഇപ്പൊ വന്യമൃഗങ്ങളാണെങ്കിലും ഇത് ഇപ്പൊ ഒരാളെ എന്താ പറയണ്ട ഒരു അപകടത്തിലാക്കി എന്ന് ഇതുവരെ
ചരിത്രത്തിൽ കേട്ടത്. എന്നുവെച്ചാൽ അത് ഈ കാട്ടാനകളൊക്കെ ഈ പരിസരത്ത് വരാറുണ്ട്. ഇപ്പൊ ഈ അനുഭവം നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഇപ്പൊ ഈ മാളിയപ്പുറത്തിന്റെ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ശർക്കര മറ്റേതൊക്കെ അതിന്റെ ബാക്കി വന്ന ബാലൻസ് ചാക്കുകൾ ഇതൊക്കെ അത് ഈ കൊണ്ടുപോയി മാറ്റുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ അപ്പൊ അവിടെ അപ്പൊ അതിന് കൃത്യം അറിയാം. അതിന്റെ ആ സ്മെല്ലടിച്ച് ഈ പറഞ്ഞ പോലെ ആനകൾ ഇത് വന്ന് അതിപ്പോ എന്താ പറയാ വലിയ ദൂരത്തല്ലാണ്ട് അപ്പുറത്തെന്ന് പറഞ്ഞ പോലെ ആന നിൽക്കണമെങ്കിലും വാസ്തവത്തിൽ യാതൊരു അപകടങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് മാറും. പക്ഷെ ഈ അല്ലാണ്ട് ഇതുവരെ അങ്ങനെ ഈ പറഞ്ഞ പോലെ അപ്പൊ അത് സൂചിപ്പിക്കണം ശരിക്ക് വാസ്തവത്തിൽ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് സൗഹൃദമായിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ആ ഭഗവാൻ അനുഭവത്തിലൂടെ കാണിച്ചു തരുന്ന പോലെ. പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞില്ലേ ഈ മറ്റേ ടൗണിലെ മറ്റ് ഈ പ്രാരബ്ധങ്ങളും ഇതൊന്നും ആ സമയത്ത് നമ്മൾ ഏതോ ഒരു ലോകത്ത് എന്നൊക്കെ പറയണ പോലെ ഈ കാനനം ഇതുമായിട്ട് ഇഴുകി ചേർന്ന് അതിൽ തന്നെ ഒരു വർഷക്കാലം സമയം പോണതും വാസ്തവത്തിൽ അറിയണത്. ഞാൻ അതും പറയാം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൊല്ലായി എന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ചില ദിവസമൊക്കെ ഇപ്പൊ ഇവിടെ കൂടെ നിൽക്കണ ആൾ പറയാറുണ്ട് ഇന്നിപ്പോ ഏതാ വ്യാഴാഴ്ചയാണോ അല്ലെങ്കിൽ ഞായറാഴ്ച ഇങ്ങനെ ദിവസങ്ങൾ വരെ ഇപ്പൊ ഒരു ഇത് അതിശയോക്തിയായിട്ട് പറയുമല്ലോ അങ്ങനെ വരെ തോന്നിച്ചാൽ മറ്റു ചിന്തകളൊന്നും വന്നില്ല വാസ്തവത്തിൽ. അങ്ങനെ കുടുംബവുമായിട്ടൊക്കെ അകന്ന് അല്ലെങ്കിൽ ബന്ധുക്കളെ ഒക്കെ ആയിട്ട് അകന്ന് സുഹൃത്തുക്കളായി അകന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം സംതൃപ്തി നൽകുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ രണ്ട് അനുഭവമുണ്ട്. സംതൃപ്തി വളരെ, അതുപോലെ തന്നെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വർഷക്കാലമായി കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തീർച്ചയായിട്ടും ഇനി ഒരാൾക്കും അവസരം വേണം. എന്താ വെച്ചാൽ എത്രയോ ആളുകൾ ഇപ്പൊ നമ്മൾക്ക് ഒരു വർഷക്കാലം ആ ശ്രീലകത്ത് കയറി പാദസേവ ചെയ്യാനും പാദപൂജ ചെയ്യാനുമായിട്ട് അനുഗ്രഹം തന്നേക്കുവാണ്. ഇത് വേണ്ട നമ്മുടെ അങ്ങനെ ഒരിക്കലും എന്നുവെച്ചാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഭഗവാന്റെ അടുത്ത്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലമൊന്നും ഇല്ലെങ്കിൽ വേണില്ല, ഒരു മിനിറ്റ് ഒന്ന് കയറി അങ്ങനെ മോഹിക്കണ ആള് അല്ലെ ആ നടയിൽ കടന്നു വരണം. അപ്പൊ അവർക്കൊക്കെ തീർച്ചയായിട്ടും ആ ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരവസരം അത് വേണം താനും. നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ ആയുഷ്കാലം ഇനി ഞാൻ എന്ന് പറഞ്ഞാൽ അത് പാടില്ല. എല്ലാവർക്കും ഒരുപോലെ ഈ ഭഗവാനെ അനുഭവിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ പറഞ്ഞില്ലേ ഭഗവത് പൂജ അല്ലെങ്കിൽ സ്മരണ അത് ആയുഷ്കാലം എന്നല്ല എത്ര നാൾ നമ്മളിലുണ്ടെങ്കിലും വളരെ വേണ്ടത് തന്നെയാണെങ്കിലും ചില പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ച് നീങ്ങേണ്ടി വരും. അതെ, ഏറ്റവും തൃപ്തമായ ഒരു മണ്ഡലകാല മകരവിളക്ക് കാലം കഴിഞ്ഞ് പിന്നീട് പുതിയ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിലാണ് PN മഹേശ്വരി നമ്പൂതിരി മലയിറങ്ങുന്നത്. അദ്ദേഹം ഇന്ന് പുതിയ മേൽശാന്തിക്ക് താക്കോൽ കൈമാറും. അതിനെ തുടർന്നാണ് അദ്ദേഹം മലയിറങ്ങുക. ഏറ്റവും തൃപ്തമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈശ്വരനും മനുഷ്യനും ഒന്നാകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്ന ഒരു സാഹചര്യം കൂടി ശബരിമലയിൽ ഉണ്ട് എന്നുകൂടി അദ്ദേഹം അനുഭവങ്ങളിലൂടെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.